ഹായ് ഹായ് ഹായ്. അപ്പം ഡിജി ഡിജി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്താണ് പറയുന്നത്, ഈ ചിരി മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിൽ കുറച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കാരണം പിള്ളേർക്ക് വെള്ളിയാഴ്ച തൊട്ട് സ്കൂൾ ക്ലോസ് ആയിരുന്നു. 2 വീക്സ് ഈസ്റ്റർ ഹോളിഡേയ്സ് ആയിരുന്നു. ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന് എന്താണ് പരിപാടി? TV കാഴ്ച, മൊബൈൽ കാഴ്ച. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഇതാകട്ടെ എന്ന് വിചാരിച്ച് നമ്മള് പിള്ളേരെ കളിക്കാനായിട്ട് പുറത്തു വിടും. ഓക്കെ, നമ്മൾ പറഞ്ഞു വിടും, മോനെ ഓടുമ്പോ സൂക്ഷിക്കണം, ചാടുമ്പോ സൂക്ഷിക്കണം, ഇത് സ്ഥലം അയർലൻഡാണ്, ഇവിടെ ട്രീറ്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മുടെ പിള്ളേർ നല്ല അനുസരണയുള്ള പിള്ളേർ അല്ലേ? നല്ല അനുസരണ അല്ലേ? ചിരി കാണുന്നത് എനിക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയോളം അനുസരണ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഓടി ചാടിയ സമയത്ത് എന്ത് സംഭവിച്ചു? ആറായി ഒഴിഞ്ഞു എന്റെ അച്ചാച്ചൻ. അതായത് നമ്മുടെ ഇവിടെ ഒരാളെ മിസ്സിംഗ് ആണല്ലോ. നിങ്ങൾ നോർമലി 3 പേരാണ് വീഡിയോയ്ക്ക് വരുന്നത്. ഇന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മൂന്നാമതൊരാളുണ്ട്, ഇവന്റെ മൂത്തത് ബിച്ചു. അവനൊന്ന് സൈക്കിൾ ഔട്ടാൻ പോയി, ഒന്ന് വീണ് കൈ ഒടിഞ്ഞു. ഓക്കെ, അപ്പം അച്ഛനെ ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം കൈ ഒടിഞ്ഞ് വീട്ടിൽ വന്നപ്പം ചെറിയ വേദന പറഞ്ഞു. നമ്മളത്ര മൈൻഡ് ചെയ്തില്ല. അപ്പം കളിക്കാൻ പോകുമ്പോൾ ഐറിഷ് പിള്ളേരുണ്ട് കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഫാമിലിയാണ്, നല്ല പിള്ളേരാണ്. അപ്പം ഇല്ലടാ അപ്പം അങ്ങനെ വന്ന സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് കാണുമായിരുന്നു. അപ്പൊ അവിടുത്തെ കൊച്ചി ഇറക്കി കേട്ടോ, അവൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ. ഇവൻ വീണ കാരണം കൈക്ക് നീരും വേദന വന്നപ്പോൾ അവൻ കുറച്ച് ഐസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളത്ര കാര്യമാക്കിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കൈ നൂർക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ വെച്ച് നടക്കുമോ കൈ? ഒരു തരത്തിലും അങ്ങോട്ട് കൈ നൂർക്കാൻ പറ്റുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന, ഭയങ്കര കരച്ചിൽ. സമയം രാത്രിയായി. ഈ രാത്രി സമയങ്ങളിൽ നമ്മൾ എവിടെ പോകാനായിട്ടാണ്? ഈ ഒരു സമയത്താണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ മിസ് ചെയ്യുക എന്ന് പറയുന്നത്. അന്ന് രാത്രി ഞാൻ കഴിഞ്ഞു പോയി, കൊച്ചല്ലേ കുഴപ്പമില്ലായിരിക്കുമെന്ന് കരുതി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ അവന് കൈ ഒട്ടും അനക്കാൻ പറ്റുന്നില്ല, കൈക്ക് ഭയങ്കര വേദന, കൈയുടെ മുട്ടിൻ്റെ അവിടെ നീര് വെച്ചു. ഈ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സ്വന്തമായിട്ട് നമുക്ക് GP ഉണ്ട്. GP എന്ന് പറഞ്ഞാൽ ജനറൽ പ്രാക്ടീഷണർ. അപ്പം നമ്മൾ ലിമറിക്കില് അതിനുവേണ്ടി പലയിടത്തും നമ്മൾ GPക്ക് വേണ്ടി അന്വേഷിച്ച് നമുക്കൊരു GPയെ കിട്ടിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിളിക്കാവുന്ന മാക്സിമം സ്ഥലത്ത് നമ്മൾ വിളിച്ചു നോക്കി, ഓരോയിടത്തും GPക്ക് അവൈലബിലിറ്റി ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുറേ വിഷമിച്ചു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, നമ്മുടെ അടുത്ത് തന്നെയുള്ളതാണ്, സരിത്ത് എന്ന് പറയുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന സരിത്തെ, നിന്നെ ഈ സമയം ഞാൻ ഓർക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അവരെ വിളിച്ചു, എടാ ഇവനെ കൊച്ചു വീണു, കഴിഞ്ഞാൽ വയ്യാണ്ടിരിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് ഇവിടെ. അപ്പം പറഞ്ഞു ഇതുപോലെ ക്ലിനിക്കിലൊക്കെ വിളിച്ചു നോക്ക്, ആരെങ്കിലൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നോക്ക്. ഒരു 4-5 ക്ലിനിക്കിലേലും ഞാൻ വിളിച്ചതാണ്, ഒരിടത്തും അവർ അക്സെപ്റ്റ് ചെയ്യും. ഒരാൾ വിളിച്ചാൽ പറഞ്ഞു ആംബുലൻസ് വിളിക്കുക, ആംബുലൻസ് വിളിച്ചിട്ട് കൊച്ചിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ മുമ്പേ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ. നമുക്കൊരു കൈ ഒടിഞ്ഞാലോ ഒരു ചെറിയ പനി വന്നാലോ നമുക്ക് നാട്ടിൽ കയറി ചെല്ലാനായിട്ട് ഒരു ഡോക്ടേഴ്സിന്റെയും റെഫറൽ ലെറ്റർ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെയും ഒരു ഇതുമില്ലാതെ നമുക്ക് ഡയറക്റ്റ് എവിടെയും കയറി ചെല്ലാം ഒരു ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടില് ഒരു ഹോസ്പിറ്റലിൽ കയറി ചെല്ലണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു കാഷ്വാലിറ്റി ആകട്ടെ, ഒരു ഡോക്ടറെ കാണാനായിട്ട്, ഒരു OPD ആകട്ടെ നമുക്ക് കയറി ചെല്ലാം. ഇവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ ഒരു എന്താണ് പറയുന്നത്, കുറേ നേരം കാത്തിരിക്കണം. അതിന് ചെറിയ ഉദാഹരണം ഞാൻ തന്നെ പറയാം. ഒരു സമയം എനിക്ക് ഡ്യൂട്ടിയിൽ തലകറങ്ങി, എനിക്ക് വയ്യാണ്ടായി. 12:30 ആയപ്പോൾ ഇതായി 1:30 എന്നെ അവർ കാഷ്വാലിറ്റി കൊണ്ടുപോയി. എന്നെ ഡോക്ടറെ കാണാൻ വരുന്നത് രാത്രി 11:30 ആയപ്പോൾ. അതുവരെ ഞാൻ കാഷ്വാലിറ്റി ഡോക്ടർ ഇല്ലാതെ, ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്നത്. എല്ലാം ഇങ്ങനെ എന്താണ്, ഒരു നെഗറ്റീവായിട്ട് പറയാൻ തന്നെ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായി പോയത്. ഞാൻ ഈ പറഞ്ഞ 4-5 ക്ലിനിക്കിൽ വിളിച്ചു, ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചിലർ പറയുന്നു ഓരോ ക്ലിനിക്കിൽ വിളിച്ചപ്പം ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ട്രീറ്റ്മെന്റ്, ആംബുലൻസിൽ വരുന്ന രോഗികൾക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടും ഇവിടെ. ഓക്കെ, എന്ത് ചെയ്തു? അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഫ്രണ്ടിനെ വിളിച്ചു.
അവൻ പറഞ്ഞു ഇവിടെ ഒരു ഇഞ്ചുറി ക്ലിനിക് ഉണ്ട്, ഞാൻ ക്ലിനിക്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ ഡയറക്റ്റ് ഇഞ്ചുറി ക്ലിനിക്കിൽ വിളിച്ചു. അവർ പറഞ്ഞു എന്താണ് കാര്യം, എത്ര വയസ്സായി ചോദിച്ചു. നമ്മൾ ഇന്നപോലെ വയസ്സ് 10 ആയി. 5 വയസ്സിന് മുകളിലുള്ളവരാണ്, മൈനർ ഇഞ്ചുറി ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കൊച്ചിന് കൈ വേദന എടുത്ത് നീര് വെച്ച് ഫ്രാക്ചർ ആയോ എന്തറിയാതെ നമ്മൾ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ 4-5 ക്ലിനിക്ക് വിളിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തു. ആ ഇഞ്ചുറി ക്ലിനിക്ക് വിളിച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ അച്ഛൻ ഒരുപാട് വിഷമിച്ചു കേട്ടോ. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ ഇഞ്ചുറി ക്ലിനിക്കിൽ കൊണ്ടുപോയി. ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. വരൂ, നമ്മുടെ താഴത്തെ കണ്ടോ, എന്തായാലും ഇഞ്ചുറി ക്ലിനിക്കിൽ പോയി. ഇനി അവൻ പറയും അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ഡിച്ചു പറയും. ഡോക്ടറാണോ മരുന്ന് തന്നെ? ഓക്കെ, ഞാൻ പറയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു എന്താണ് ACLS പ്രൊവൈഡർ നേഴ്സ്. ആ നേഴ്സ് ഇവനെ കണ്ടു, ഹിസ്റ്ററി കളക്ഷൻ എടുത്തു, മരുന്ന് കൊടുത്തു, എക്സ്റേ ചെയ്തു. എക്സ്റേ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ എൽബോയുടെ അവിടുന്ന് അവർക്ക് ഫ്രാക്ചർ ആണോ അത് അവിടുന്ന് തെന്നിയിരിക്കുവാണോ എന്ന് അവർക്കറിയില്ല. അപ്പൊ അവര് എന്ത് ചെയ്തു, ഒരു കാസ്റ്റ് ഇട്ട് സ്ലിംഗ് ഇട്ട് വിട്ടു. അല്ലാതെ ഒരു ഡോക്ടർ കാണുവോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഓർത്തോപീഡിക്സിനെ കാണണം, ഓർത്തോപീഡിക്സ് ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കും എന്നുള്ളത്. ആ ഓർത്തോപീഡിക്സിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാണ്ട് അവർ പറഞ്ഞേക്കുന്ന ടൈം 4 to 5 days ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ചയായി, ഈസ്റ്ററായി, അതുപോലെ ബാങ്ക് ഹോളിഡേയ്സ് ആയിട്ട് ഒരു 1 week അങ്ങനെ കടന്നു പോകും. അപ്പം ഈ 5 days എന്നുള്ളത് മിക്കവാറും 7 days ആണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഇപ്പൊ ഈ കൈ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഓർത്തോപീഡിക്സിനെ കണ്ടാലേ ഫർദർ മാനേജ്മെന്റ് അറിയത്തുള്ളൂ. അപ്പം സത്യം പറഞ്ഞ ഒരു മനസ്സിൽ ശരിക്കും ഒരു വിഷമം തോന്നി കേട്ടോ. നമ്മുടെ അവിടെയൊക്കെയാണ് ഓർത്തോപീഡിക്സിനെ ഓടിപ്പോയി കാണുക, നാട്ടിലേക്കാണ് പോയി കാണുക, പെട്ടെന്ന് മാനേജ്മെന്റ് കിട്ടുക, എല്ലാം ഇച്ചാണ്ട് പിടിയുന്നതാണ്. ഇന്നെനിക്ക് ഡ്യൂട്ടി കൂടെ ഉണ്ടായിരുന്നായിരുന്നു. ഡ്യൂട്ടിക്ക് പോലും ഞാൻ പോയില്ല, കാരണം കൊച്ചിന്റെ വിഷമ സങ്കടം കണ്ടപ്പോൾ നമുക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയാണ്. ഇപ്പോൾ 2 weeks ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്. അത് കഴിയുമ്പോൾ ഇവർക്ക് സമ്മർ വെക്കേഷൻസ് തുടങ്ങും. 2 months സമ്മർ വെക്കേഷൻസ് തുടങ്ങും. അപ്പോൾ എല്ലാവരും കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നവരൊക്കെ ആണെങ്കിലും എല്ലാവരെയും അവരുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. ഇവനും സംഭവിച്ചത്, ഇവനും ഇനി ഇതുപോലെ വന്നു കൂടായിക എന്നില്ല. ഇവന് സംഭവിച്ചത് ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ ഫാസ്റ്റായിട്ട് സൈക്കിൾ ഔട്ട് ചെയ്യുന്നതിൻ്റെയും അല്ലാതെ കുറച്ച് കുടുത്തക്കേട് കാണിച്ചതിൻ്റെയും ഒക്കെയുള്ള ഒരു കോൺസിക്വൻസ് ആണ് ഇപ്പോൾ ഇവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളായ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അവർ ഒരിക്കലും നിങ്ങളുടെ നാശത്തിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് അല്ലാത്ത ഒരു ലൈഫിന് വേണ്ടി അവരൊന്നും പറയില്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അവരെപ്പോഴും എന്തും പറയുന്നത്. നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ ഇവിടുത്തെ മെഡിക്കൽ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിനെ മൊത്തമായിട്ട് ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടിട്ടതാണെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പലരും ഇങ്ങനെ പറയുമെങ്കിലും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ എന്തുമാത്രം സീരിയസ്നെസ് ആണെന്ന് മനസ്സിലായത്. എനിവേ, എനിക്ക് എല്ലാവരോടും ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും അവരുടെ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കുക. കളിക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുക. അവനവന്റെ ആരോഗ്യം അവനവന്റെ കൈകളിലാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഡിച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി ഓർത്തോപീഡിക്സ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയുള്ളൂ പൊട്ടലുണ്ടോ, എന്താണ് ഫർദർ മാനേജ്മെന്റ് എന്നൊക്കെ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഡിച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ലവ് യു ഓൾ. അപ്പം എല്ലാവർക്കും കിച്ചു വ്ലോഗ്സിന്റെ വക നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. Stay tuned for new videos. Bye bye.